ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് അഡൾട്രേഷൻ. അപ്പോൾ ഫുഡ് അഡൾട്രേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മായം ചേർക്കൽ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലാവാം, ബിവറേജസിലാവാം, അതായത് കള്ള് അങ്ങനത്തെ വലുതിലാവാം, ഫ്യൂവൽസിലാവാം, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിലായിരിക്കാം. ഇതിൽ എന്തിലൊക്കെ മായം ചേർക്കുന്നോ അതിനെയാണ് നമ്മൾ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഫുഡിൽ മായം ചേർക്കുന്നതിനെയാണ് നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അഡൾട്രേഷൻ എന്നുള്ള ടേം എന്ന് പറയുന്നത് ഇങ്ങനെ മായം കലർത്തുന്നതിനെയാണ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ an adulterant is a chemical substance which should not be contained within other substance, food, beverages, fuels for legal or other reason. എന്ത് കാരണങ്ങൾ കൊണ്ടും ഒരു ശുദ്ധമായ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ശുദ്ധമായ സാധനത്തിൽ കലർത്തപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ അഡൾട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് അഡൾട്ടർ എന്ന് പറഞ്ഞാൽ ഫുഡിൽ കലർത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ. ദ അഡീഷൻ ഓഫ് അഡൾട്രൻ ഈസ് കോൾഡ് അഡൾട്രേഷൻ. ആ കലർത്തുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ടൈപ്സിലോട്ടാണ്. ടൈപ്സ് എന്ന് പറയുന്നത് 4 രീതിയിലാണ് പറയുന്നത്. ഇൻറ്റൻഷണൽ, ഇൻസിഡൻ്റൽ, മെറ്റാലിക് കണ്ടാമിനേഷൻ, പാക്കേജിങ് ഹസാർഡ്സ്. ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ ഒരു ഫുഡിൽ മായം ചേർത്ത് അല്ലെങ്കിൽ ഒരു സാധനത്തിൽ മായം ചേർക്കുന്നതിനെയാണ് നമ്മൾ ഇൻറ്റൻഷണൽ എന്ന് പറയുന്നത്. മണ്ണ് വാരിയുടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ മുളക് പൊടിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ ഇഷ്ടികേൻ്റെ പൊടി അങ്ങനെയൊക്കെ പൊടിച്ചിടുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ് എന്ത് ഇൻറ്റൻഷണൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് ആ ഇൻറ്റൻഷനലിൻ്റെ അടിയിൽ വരുന്നത് നോക്കാം. സാൻഡ്, മാർബിൾ ചിപ്സ്, സ്റ്റോൺസ്, മഡ്, ടാൽക്, ചോക്ക് പൗഡർ, മിനറൽ ഓയിൽ, വാട്ടർ. ഇതൊക്കെ നമ്മൾ ഇൻറ്റൻഷനലി ഇപ്പോൾ പാലിൽ വെള്ളം ചേർക്കുന്നത് അത് ഇൻറ്റൻഷനലി ആണല്ലോ. ഇൻറ്റൻഷനലി ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻറ്റൻഷണൽ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഇൻസിഡൻ്റൽ. പെസ്റ്റിസൈഡ്സ്, റെസിഡ്യൂസ് ടിൻ ഫ്രം ക്യാൻ, ട്രോപ്പിംഗ് ഓഫ് റോഡൻസ്, ലാർവ ഇൻ ഫുഡ്സ്. അതായത് ഇൻസിഡൻറ്റ് സംഭവിച്ചു പോകാവുന്ന കാര്യങ്ങൾ, നമുക്ക് എന്തിൻ്റെയെങ്കിലും എലിൻ്റെയൊക്കെ അംശങ്ങൾ അല്ലെങ്കിൽ ഫുഡിൽ എന്തെങ്കിലും ലാർവയൊക്കെ കിടക്കുക, അങ്ങനെയുള്ളതാണ് ഇൻസിഡൻ്റലി പറയുന്നത്. നെക്സ്റ്റ് വൺ മെറ്റാലിക് കണ്ടാമിനേഷൻ. അതായത് നമുക്ക് അറിയാതെ തന്നെ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ചില സ്ഥലത്ത് വാട്ടറിൽ ലെഡിൻ്റെ അംശം കൂടുതലായിരിക്കും, ഫ്ലോറിൻ്റെ അംശം കൂടുതലായിരിക്കും, അങ്ങനെ വരുന്നത് ഒരു കണ്ടാമിനേഷൻ വരത്തില്ലേ, അതാണ് മെറ്റാലിക് കണ്ടാമിനേഷൻ. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, ആഴ്സനിക് ഫ്രം പെസ്റ്റിസൈഡ് കൊണ്ട് നമുക്ക് കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ, ലെഡ് ഫ്രം വാട്ടറിൽ നിന്ന് നമുക്ക് കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിലും, മെർക്കുറി ഫ്രം ഇഫ്ലുവൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് മെറ്റാലിക് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പാക്കേജിങ് ഹസാർഡ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻറ്റിലെ ക്വാളിറ്റിയിൽ വ്യത്യാസം കൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണെന്ത്. അതിപ്പോൾ എക്സാമ്പിൾ പറയുന്നത് പോളിത്തീൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ഇതിൽ നിന്നൊക്കെ വരുന്നതാണ് പാക്കേജിങ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇനി സബ് അഡൾട്ടേർഡ് ഫുഡ്സ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ഇത് എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുഡ് അഡൾട്ടേർഡ് ആണ്, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേണമല്ലോ. ടെർമറിക്, ഡാൽ പൾസസ്, ഇതൊക്കെ എല്ലാം ഒരു യെല്ലോയിഷ് ടിറ്റ് ഉള്ള കളറാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡൾട്ടറേറ്റ് ഉപയോഗിക്കുന്നത് നോക്കാം. മെറ്റാനിൽ എന്ന് പറയുന്നത് യെല്ലോ ഓർ കേസറി ദാൽ, ഇതൊക്കെയാണ് നമ്മൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഫുഡിൽ മിക്സ് ചെയ്യുന്നത്. മസ്റ്റർഡ് ആൻഡ് മസ്റ്റർഡ് ഓയിൽ, കടുക് എണ്ണ. ഇതിൽ നമ്മൾ കടുകിൻ്റെ പോലെ തന്നെ ഇരിക്കുന്ന എണ്ണയാണ് പപ്പായൻ്റെ കുരു ഉണങ്ങിയ ഭയങ്കരമായിട്ട് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പപ്പായൻ്റെ സീഡ് മസ്റ്റേർഡ് ഓയിലിന് നമ്മൾ അഡൾട്ടറൻ്റായിട്ട് ഉപയോഗിക്കും. അഡൾട്ടറൻസ് പറയുന്നത് പപ്പായ സീഡ്സ്, ആർജിമോണം സീഡ്സ്. ഇനി അടുത്തത് പനീർ, കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് മിൽക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പനീറും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഭയങ്കര കൊഴുത്തിട്ടിരിക്കുന്നത്, അപ്പോൾ സ്റ്റാർച്ച് നമുക്ക് ഉപയോഗിക്കാം. മിൽക്കിൽ നമ്മൾ അഡൾട്ടറൻ്റായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് അഡൾട്ടറൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഫുഡിൽ മായം കലർത്തുന്നതിനെയാണ് നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അത് 4 ടൈപ്പ്: ഇൻറ്റൻഷണൽ, ഇൻസിഡൻ്റൽ, മെറ്റാലിക് കണ്ടാമിനേഷൻ ആൻഡ് പാക്കേജിങ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എക്സാമ്പിൾസും. ഇത്രയാണ് നമ്മൾ ഫുഡ് അഡൾട്ടറേഷനിൽ പഠിക്കാനുള്ളത്.